കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22ാം പതിപ്പ് കൊച്ചിയിൽ തുടരുകയാണ്. KCCL CEO പത്മകുമാർ സംസാരിക്കുന്നു. തത്സമയം കേബിൾ ഓപ്പറേറ്റേഴ്സ് അവര് വെറും ഡിഷ് വെച്ച് തുടങ്ങിയ ഈ ബിസിനസ് കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഭയങ്കരമായ ഒരു എഫേർട്ട്, അന്നു മുതൽ എടുത്ത എഫേർട്ടിന്റെ ഫലമായിട്ടാണ് കേബിൾ ഇൻഡസ്ട്രിയുടെ ഈ വളർച്ച. അത് വളർന്ന് അനലോഗ് പീരീഡില് വലിയ കണക്ഷൻ ബേസും ഇന്ത്യയിലെ ഉപഭോക്താക്കളുടെ എന്റർടൈൻമെന്റിന്റെ പ്രധാന സോഴ്സായിട്ട് TV വ്യൂയിങ് മാറി. അതാണ് ആദ്യ ഒരു ഫേസ് ഓഫ് ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞു നമ്മൾ ഏകദേശം 2000-ലേക്കൊക്കെ വന്നപ്പോൾ ഗവൺമെന്റിന് തോന്നി ഈ ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യണം എന്ന് തോന്നി. അവിടെ ഡിജിറ്റലൈസേഷൻ എന്ന ഒരു വലിയ ഒരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് നടപ്പാക്കി. അവിടെ ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്തത്, ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്, ഇന്ത്യയിലെ കേബിൾ ഓപ്പറേറ്റേഴ്സാണ്. അത് കേരളം മാത്രം എടുത്തു പറഞ്ഞാൽ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സും MSOസുമാണ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, വലിയ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റലൈസേഷൻ ഇവിടെ നടപ്പാക്കിയത്. ഡിജിറ്റലൈസേഷന്റെ ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. അത് ആ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചു. കാര്യം അവിടെ ആദ്യം ട്രാൻസ്പെറൻസി വന്നു, അക്കൗണ്ടബിലിറ്റി വന്നു, അവിടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നു. TV വ്യൂയിങ് ഏറ്റവും ഒരു വലിയ എക്സ്പീരിയൻസ് ആക്കി മാറ്റിയത് ഡിജിറ്റലൈസേഷനിലൂടെയാണ്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യപ്പെട്ടത് കേബിൾ ഓപ്പറേറ്റേഴ്സ് ആണ്, MSOs ആണ്. ബിക്കോസ് ദേ ഹാഡ് ടു ഇൻവെസ്റ്റ് ഹെവിലി ഫോർ STV. വലിയ ഒരു കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയത് ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ്. ഞാനിവിടെ അതൊരു ഡിസ്പ്യൂട്ടിന് പറയല്ല, ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ്. കാരണം അവർക്ക് ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായി. കാര്യം അവർക്ക് അവരുടെ ചാനലുകൾ കാണുന്ന സബ്സ്ക്രൈബറിന്റെ കണക്ക് കറക്റ്റായിട്ട് കിട്ടുകയും അതുവഴി അതിന്റെ റവന്യൂ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതോടുകൂടി ബ്രോഡ്ബാൻഡ് സെക്ടർ വളരുകയായിരുന്നു, കുതിച്ചു വരികയായിരുന്നു ബ്രോഡ്ബാൻഡ് സെക്ടർ. പല ചാനലുകൾ വന്നു, പുതിയ ചാനലുകൾ വന്നു. അവസാനം ജിയോ പോലുള്ള വമ്പന്മാരും ആ മേഖലയിലേക്ക്, മീഡിയ മേഖലയിലേക്ക് കടന്നു വന്നു. ഇത് ഒരു ഡെവലപ്മെന്റ് പീരീഡ്. അത് കഴിഞ്ഞപ്പോൾ NTOയുടെ റെഗുലേഷൻ വന്നു. NTOയുടെ റെഗുലേഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും അത് അഫക്ട് ചെയ്തത് MSOസിനെയും ഓപ്പറേറ്റേഴ്സിനെയാണ്. അവിടെയും ബ്രോഡ്കാസ്റ്റർക്ക് വലിയ പ്രശ്നമില്ലാതെ പോയി. പക്ഷെ MSOസിനും ഓപ്പറേറ്റേഴ്സിനും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. NCF പോലുള്ള കൺട്രോളുകൾ അവിടെ കൊണ്ടുവന്നു, അവരുടെ റവന്യൂവിന് ക്യാപ്പ് ഫിക്സ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഇൻഡസ്ട്രി ഒരു ലെവലിൽ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ കോവിഡ് വരികയും കോവിഡ് പീരീഡിൽ നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസിന്റെ വരവും മോദി ഗവൺമെന്റിന്റെ ഇന്റർനെറ്റിനുള്ള ഫോക്കസ്, വലിയ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് ഫോക്കസ് വരികയും ചെയ്തു. അത് തീർച്ചയായിട്ടും നമ്മുടെ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ ഇന്റർനെറ്റ് സെഗ്മെന്റിലേക്കൂടെ വഴിതെളിച്ചു. കാര്യം ഇന്റർനെറ്റിലൂടെ തന്നെ എല്ലാ ഇൻഫർമേഷനും എന്റർടൈൻമെന്റും കൊടുക്കുന്നതിലേക്കാണ് ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ച വന്നത്. അങ്ങനെ പല പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഇൻഡസ്ട്രി ഒരു നല്ല ലെവലിൽ വന്നപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച വളരെ വിസ്ഫോടനകരമായ ഒരു ന്യൂസ് നമ്മൾ കേട്ടു. ഇന്ത്യയിലെ വമ്പൻ എന്ന് പറഞ്ഞാൽ ജിയോ എന്ന് പറയുന്ന റിലയൻസിന്റെ വമ്പൻ കമ്പനി ലോകത്തിലെ തന്നെ വലിയ കമ്പനിയായ വാൾട്ട് ഡിസ്നിയുമായിട്ട് ഒരു വലിയ മേർജർ നടത്തി. ഏകദേശം $8.5 ബില്യൺ ട്രാൻസാക്ഷനാണ് അവർ നടത്തിയിരിക്കുന്നത്. ഏകദേശം 70,352 കോടി രൂപയുടെ ഒരു എൻറ്റിറ്റി, ഒരു ബിഗമത്ത് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു. ഇതിലൂടെ ഏകദേശം 109 ലീനിയർ ചാനലുകൾ ഈ മേർജഡ് എൻറ്റിറ്റിയുടെ കയ്യിലായി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 OTT പ്ലാറ്റ്ഫോംസ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്, ഒന്ന് ഡിസ്നി ഹോട്ട്സ്റ്റാറും ഒന്ന് ജിയോ സിനിമയും ഒരേ കുടക്കീഴിൽ വന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. റിലയൻസ് ഏകദേശം 11,000 കോടി രൂപയാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. 11,000 കോടി. ഈ 2 കമ്പനികളുടെയും കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിലെ ടേൺ ഓവർ എന്ന് പറയുന്നത് 25,000 കോടിയാണ്. ഇത് കൂടാതെ നെറ്റ്വർക്ക് 18ന്റെ ഏകദേശം 20,000 കോടി വേറെ, എല്ലാം കൂടെ ചേർന്ന് ഇത് ഇന്ത്യയുടെ ഏകദേശം 750 മില്യൺ ആൾക്കാർ ഡെയിലി
വ്യൂ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി ജിയോ. ഏകദേശം 50% ഓഫ് ദ ഹോൾ സബ്സ്ക്രൈബേഴ്സ് ഓർ ഹോൾ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. നമുക്ക് 1.4 ബില്യൺ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിൽ 750 മില്യൺ ആരുടെ ജിയോ കസ്റ്റമറായി മാറിക്കഴിഞ്ഞു. ഇതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന കൺസോളിഡേഷൻ. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് കൺസോളിഡേഷൻ. ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അതിൽ എനിക്ക് ആദ്യം ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് എല്ലാവരോടും ചോദിക്കാനുള്ളത്. ഒരു കോമൺ ക്വസ്റ്റ്യൻ. കാര്യം കൺസോളിഡേഷൻ മേർജർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ഫിനോമിനൻ. ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഗോവിന്ദേട്ടൻ പറഞ്ഞ പോലെ പണ്ട് നടന്നിട്ടുണ്ട്. ഇതുപോലുള്ള മേർജറുകൾ ഇപ്പോഴും സോണിയും നസിയുമായിട്ടുള്ള മേർജർ അത് ഒരു പരിധി വന്ന് എന്തോ പ്രശ്നമായിട്ട് പോയി. അപ്പൊ മേർജർ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നടന്ന ഈ ജിയോ ഡിസ്നി മേർജർ ഇത് ഈ ഇൻഡസ്ട്രിക്ക് ഗുണമാണോ ദോഷമാണോ? ഗുണമായ കുറെ വശങ്ങളുണ്ട്. കാര്യം ഇതിലൂടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഇൻഡസ്ട്രിയിലേക്ക് പമ്പ് ചെയ്യും. കോണ്ടന്റ് ഡെവലപ്മെന്റില് വലിയൊരു ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ പോവുകയാണ്. കാരണം ഇത്രയും പണം കണ്ടന്റ് ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പം ഒരു സൈഡിൽ കൂടെ ഇത് ഈ ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഒരു വശത്തിലൂടെ കേബിൾ ഫെസ്റ്റ് ഇത് കൊച്ചി കടവന്ത്രയിൽ പുരോഗമിക്കുകയാണ്. 22ാം പതിപ്പാണ് നടക്കുന്നത്. ഇപ്പോൾ കണ്ടത് KCCL CEO പത്മകുമാർ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്.